ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് വേറെ ഒന്നല്ല, പൂവടയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് പൂവടയും കദളിപ്പഴവും പലകയിൽ വെച്ചാണ് നമ്മൾ ഓണത്തപ്പനെ എതിരേൽക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയുമാണ്. പൂവട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് സാധാരണ നമ്മൾ ഇലയടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെ അരിപ്പൊടി നല്ലപോലെ കുഴച്ചെടുക്കുക. പക്ഷേ ഇലയടയൊക്കെ ഉണ്ടാക്കുന്നതിനേലും ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് നിറപറയുടെ അപ്പം ഇടിയപ്പം പൊടിയാണ്. അത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം കൊണ്ട് എനിക്ക് ആ ഒരു പരുവത്തിന് കുഴച്ച് കിട്ടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. പൂവടയിൽ നമ്മൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയുള്ളൂ: അരിപ്പൊടി, തേങ്ങ, നെയ്യ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള പൂവടയിൽ മധുരം ഇടാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തുമ്പപ്പൂ വെക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വാവട ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപ്പിടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു അതിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റീസൺ അറിയില്ലാന്ന്. അപ്പോൾ എനിക്കും ഇതിൻ്റെ എന്താ മധുരം ഇടാത്ത, സാധാരണ അട വെക്കുമ്പോൾ മധുരം ഇടുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മമ്മയുണ്ട്, പുള്ളിക്കാരിക്ക് കുറച്ച് നല്ല പ്രായമുണ്ട്. അപ്പോൾ ആ അമ്മമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പൂവട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തേങ്ങയുടെ ഒപ്പം തുമ്പപ്പൂ വെക്കായിരുന്നു. തുമ്പക്കൂടത്തിൽ നിന്ന് പൂവ് എടുത്തിട്ട് അപ്പോൾ ആ തുമ്പപ്പൂവിൽ ആവി തട്ടുമ്പോൾ ഒരു മധുരം വരും. അതുകൊണ്ടാണ് പണ്ട് മധുരം ഇടാതിരുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ തുമ്പപ്പൂ ഒന്നുമില്ല, ഞാൻ തുമ്പപ്പൂ ഒന്നും വെക്കുന്നില്ല, പക്ഷെ മധുരവും ഇടുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. കൈവച്ച് പിടിക്കുമ്പോൾ കയ്യിലൊട്ടുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ആ മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വാഴയില എടുക്കാം, നല്ല വാഴയില എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് മേടിക്കണതാണ്. ഇത് ഇച്ചിരി പഴുത്ത വാഴയിലയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല വാഴയില എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. നെയ്യ് തന്നെ തേക്കണം കേട്ടോ, എണ്ണയൊന്നും തേക്കരുത്. പിന്നെ നമ്മളുടെ മാവ് എടുത്തിട്ട് സാധാ നമ്മൾ ഇലയുടെയൊക്കെ പരത്തുന്ന മാതിരി കുറച്ച് മാവൊന്നും അതിൽ വെച്ചിട്ട് പിന്നെ കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ മാക്സിമം തിന്നായിട്ട് പരത്തി കൊടുക്കുക. കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും കേട്ടോ. ചൂടില്ലാത്ത പച്ചവെള്ളമാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യേണ്ടത് തേങ്ങയാണ്. സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേങ്ങ ശർക്കരയെ പനിൽ വഴട്ടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ആ രുചിയല്ല ഇതിന്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ആ ഒരു നെയ്യ് തടവുന്നല്ലാതെ വേറെ ഒരു ഇതും ചെയ്യണില്ല, മധുരം ഒന്നും വെക്കണില്ല, തേങ്ങയുടെ മധുരം മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കണം. സാധാ ഇലയുടെയൊക്കെ മടക്കിയെടുക്കില്ല, അതുപോലെയാണ്. പിന്നെ പൂവട, വാവട അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ആവിയിൽ വേവിച്ചല്ല എടുക്കുന്നത്, ചുട്ടാണ് എടുക്കുന്നത്. പൂവട നല്ല തൂവെള്ള അടയാണ്, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു വെള്ള കളറ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഇതിലേക്ക് മധുരം ഇടാത്തത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ശർക്കര ഉരുക്കി തേങ്ങയിട്ട് വിളയിക്കാതെ ജസ്റ്റ് ശർക്കര ചീകിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇടണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എങ്ങനെയാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. പക്ഷേ അല്ലാതെയും ഇത് കഴിക്കാൻ നല്ലതാണ്. സാധാരണ നമ്മൾ നേദിക്കാൻ വെക്കുന്നത് കദളിപ്പഴവും ഈ അടയും എല്ലാം കൂടി ഒരു മരത്തിൻ്റെ പലകയുണ്ട്, അതിന് കൊരണ്ടി അങ്ങനെ എന്തോ പറയും, ഒന്നും കൂടി തോന്നുന്നുണ്ട് എനിക്ക്. ആ ഒരു ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ടാണ് നമ്മൾ എതിരേൽക്കുന്നത്. അപ്പോൾ ആ കദളിപ്പഴം ഈ അടയും കൂടി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക. പൂവടയിൽ മധുരം ഇട്ടുവാണെങ്കിലും സാധാരണ തന്നെ മധുരം ഇടാത്തതിൻ്റെ ഒരുപാട് പേർക്ക് ഇതുപോലത്തുള്ള റെസിപ്പീസ് ഒന്നും അറിയത്തുപോലുമില്ല. ഞാൻ നേരത്തെ ഒരു കർക്കിടവാവിന് ഉണ്ടാക്കുന്ന വാവട ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന്. അതൊക്കെ നമ്മൾ ഓരോ ഇതുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പരത്തി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ ചൂടാക്കുക. അതിലേക്ക് നമ്മളുടെ ഈ അട ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇത് നമ്മൾ മുകളിൽ വെയിറ്റ് ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കണ്ട, കാരണം ആ തേങ്ങ ഒരുപാട് അങ്ങ് കുക്കാവേണ്ട കാര്യമൊന്നുമില്ല. അത് ആ ഒരു പച്ചച്ചൊവയിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി.
പിന്നെ നമ്മൾ ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് എന്ത് സാധനം മീൻസ് അട ഒക്കെ ഇങ്ങനെ ഇലയിൽ അടച്ചു വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് വെന്തോന്ന് മനസ്സിലാവാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇലയിൽ നിന്ന് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വിട്ടു വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ആയി വരുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ തിന്നായിട്ട് പരത്തുന്നതിൻ്റെ പേരിൽ അധികം സമയം എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇതാ കണ്ടില്ല ഇപ്പോൾ ഇല വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവം മതി. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പൂവട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല തിന്നായിട്ട് പരത്താൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സാധാരണ നമ്മൾ ചുട്ടെടുക്കണം ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് തവയിലല്ല, ഇരുമ്പിൻ്റെ ഇതുണ്ടല്ലോ ദോശക്കല്ല് പോലത്തെ സാധനത്തിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പൂവട ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ നല്ല തൂവെള്ള കളറിൽ ആവി പരക്കണ പൂവടയാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കും അറിയില്ലായിരുന്നു പൂവടയിൽ മധുരം ഇടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിന് പകരം തുമ്പപ്പൂ എന്നിടുമെന്ന് അറിയുന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോഴാണ് അറിയണത്. അതുകൊണ്ടാണ് മധുരം ഇടാത്തതെന്നൊന്നും. പക്ഷേ ഇപ്പോൾ തുമ്പപ്പൂവൊക്കെ ആർക്ക് കിട്ടാനാണ്. ഞാനൊന്നും കണ്ടിട്ടും കൂടിയില്ല എൻ്റെ വീടിൻ്റെ ഒന്നും പരിസരത്ത് ഈ അടുത്ത കാലത്ത് എങ്ങും തുമ്പപ്പൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലൊക്കെ അങ്ങനെയും കൂടി വെച്ച് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമുക്ക് ഓരോ റെസിപ്പീസും ഈ ഒരു രീതിയിൽ മാത്രം ഉണ്ടാക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ ട്രഡീഷണൽ റെസിപ്പീസ് ഓരോ പ്രദേശം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റും. ആ ഒരു ഡിസ്ട്രിക്റ്റും വെച്ചിട്ട്. അങ്ങനെ നമ്മളുടെ എല്ലാ പൂവടയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇലയുടെ കഴിക്കും. മധുരം ഇഷ്ടമുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മളിതെന്താ പറയുക, ഒരു നിവേദനം മാതിരി നമ്മൾ നേദിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ആ പഴം കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പഴവും പിന്നെ കുറച്ച് മധുരമുള്ള കട്ടൻ ചായയൊക്കെയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 4 എണ്ണം ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. ഞാനിപ്പോൾ ഇത് മുറിച്ച് കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് മുറിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇത് നേദിക്കാനുള്ളതിൻ്റെയും പേരിൽ മുറിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓണത്തപ്പനെ പൂവട ഉണ്ടാക്കാതെയാണ് എതിരേറ്റെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു സന്തോഷം തോന്നും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിലെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ ട്രഡീഷണലായിട്ട് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ഓണമായിരിക്കട്ടെ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.